ഇത് നോക്ക്, ഒരു കടലാസ് കഷ്ണം പോയിട്ട് ഒരു ഇല പോലും കിടക്കാനില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ആലപ്പുഴ ബോട്ടിങ്ങിന് വരാനൊക്കെ പറഞ്ഞേക്കാണ്. ഇത് കണ്ടിട്ട് വരുന്നവർക്ക്, ഇതിനുള്ളിൽ വീട്ടിൽ താമസിച്ച് വരുന്നവർക്ക് നാട്ടിലേത് കണ്ടിട്ട് എന്ത് തോന്നാനാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ. ഞാൻ എന്നാലും തള്ളി മറിച്ച് വിട്ടിട്ടുണ്ട് അവരെ. ഞാൻ ഇത്രയും യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഏതാണ്ട് മുഴുവനായിട്ടും ഗ്രാമങ്ങളിലൂടെ ആയിട്ടും യൂറോപ്പ് മുഴുവനായിട്ടും തന്നെ സഞ്ചരിച്ചു എന്ന് പറയാം. എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ പോലും കാണാത്ത സ്ഥലമുണ്ട്, അർത്ഥത്തിലല്ല. എന്നാലും ഏതാണ്ട് എല്ലാ ഗ്രാമങ്ങളിലൂടെ ആളുകളുടെ വീടുകളിലൂടെയൊക്കെയാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാമെന്ന് ഇതുവരെ ഒരൊറ്റ കൂറ്റം വീടുകളും കണ്ടിട്ടില്ല. ഞാൻ അന്വേഷിച്ചു ഇതിനെപ്പറ്റി. അപ്പം നമ്മളുടെ വീടുകളിലേക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തെ സാധാരണ വീടുകളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇവർ പലരും പറഞ്ഞു, ദിസ് ഈസ് മില്യനേഴ്സ് മാൻഷൻസ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ സൂപ്പർ റിച്ച് ഉണ്ടെങ്കിൽ അവർ ദുബായിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവും. ഇവർക്ക് പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ ഒരു സമ്മർ ഹോം എടുക്കും. ഇവിടെ വിൻ്റർ വരുമ്പോൾ എവിടെയെങ്കിലും അവിടെ പോയി താമസിക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ സമ്മറിൽ കുറേ കൂടി നല്ല മോണ്ടിനെഗ്രോ പോലുള്ള ഇടങ്ങളിൽ പോയിട്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഫാം ഹൗസ് എടുക്കും. ഇതാണ് അവരുടെ പരിപാടി. അല്ലെങ്കിൽ രണ്ടാമത് അവർ ചെയ്യുക, കുറച്ചും കൂടി കാശുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പരിപാടി ഇതാണ്. ഓരോ യോട്ട് വാടകയ്ക്കും, എന്നിട്ട് ഇതിലിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ബില്യണേഴ്സിൻ്റെയൊക്കെ ഇവിടുത്തെ പരിപാടി. അല്ലാണ്ട് നമ്മളുടെ ഒരു വീടും നമ്മളാണ് ഇവരെക്കാൾ സമ്പന്നർ. എത്രയാ സ്വർണം നമ്മളുടെ കയ്യിലുള്ള, എത്രയാ ഇതുള്ളത്. ഭൂമിക്കൊക്കെ നമ്മുടെ നാട്ടിലെ വില ഭയങ്കരം. ഇവിടുത്തെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സമ്പന്നൻ്റെ വീടാണ്. ഇതിനകത്താണ് അവരുടെ സഞ്ചാരവും വീടും എല്ലാം. ഞാനിപ്പോൾ താമസിക്കുന്നത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. ഇതുപോലത്തെ ഒരു ബോട്ടിൽ എന്നെ ഒരു ദിവസത്തേക്കായിരുന്നു ബുക്ക് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഒരു ദിവസം കൂടി ഫ്രീ ആയിട്ട് തന്നു. എൻ്റെ യാത്ര എങ്ങനെയൊക്കെയാണെന്ന് കണ്ടു. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യണമെന്നൊന്നും. അവരെൻ്റെ വണ്ടി കണ്ടു. ഞാൻ അറിഞ്ഞില്ല അവർ വണ്ടി കണ്ടൊന്നും. ഞാൻ വേറെ അടുത്ത പൂട്ടി വെച്ച്. പക്ഷെ രാവിലെ ഇവിടെ വന്നപ്പോൾ അവർക്കിവിടെ ക്യാമറയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. നമുക്കൊരു സെക്യൂരിറ്റി കോഡ് ഉണ്ട്, ഇത് ലോക്കിൻ്റെ, അത് പറഞ്ഞു തരും. അത് വെച്ച് നമ്മൾ തന്നെ എൻ്റർ ചെയ്ത് കയറുകയാണ്. ആ കാണുന്ന ഇതാണ് ഞാൻ താമസിക്കുന്നത്. നീല കളർ വേണ്ട, അതിലാണ്. അത്രയും നടന്നും ഒരു അഴുക്കോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തെളിഞ്ഞതല്ലാത്ത വെള്ളമാണ്. എന്നിട്ടും ഇത് കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അതിന് കുറച്ചുകൂടി ചാർജ് കൊടുക്കും. അതായത് അസൗകര്യങ്ങളുടെ ധാരാളിത്തത്തിൽ താമസിക്കുക. എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പുള്ളിയോട് ഭയങ്കര അസൗകര്യങ്ങളാണ് നമ്മളുടെ കണക്കിൽ വരികയാണെങ്കിൽ, എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരു ദിവസം കൂടി താമസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, താമസിക്കാമോ, നിങ്ങൾക്ക് എൻ്റെ കോംപ്ലിമെൻ്ററി ആണെന്ന്. എത്രയാ സായിപ്പന്മാർ. ഇവരെയാണോ നിങ്ങൾ സ്വന്തം കാര്യം നോക്കിയതാണെന്ന് പറയുന്നത്? എനിക്ക് ഒരൊറ്റ പറയുന്നില്ല. പോട്ടെ, എന്നെ സഹായിച്ചേക്കുന്നതും അവർ തന്നെയാണല്ലോ. അപ്പോൾ ഇവർക്ക് കറണ്ട്, വെള്ളം ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണിക്കാം. ഇതൊക്കെ ഇത് കറണ്ടിൻ്റെ ഔട്ട്ലെറ്റുകളാണ്. ഇതിൽ നിന്ന് സപ്ലൈ ഉണ്ട്. താഴത്ത് കാണുന്ന വെള്ളത്തിൻ്റെ ഇതാണ്. അതിന് കണക്ട് ചെയ്ത് വെള്ളം അതിലേക്ക് എടുക്കുന്നു. ടോയ്ലറ്റ് ഇവിടെ വെള്ളത്തിലേക്കൊന്നും ഇടാൻ പറ്റില്ല. അതിന് വരണ്ട ഈ ബിൽഡിംഗ് കോംപ്ലക്സ് ഉണ്ട്. അതിനകത്ത് ടോയ്ലറ്റുകൾ, ലോണ്ട്രി എല്ലാം ഉണ്ട്, ഷവർ എല്ലാം നിറയുന്നുണ്ട്. അതിന് ഓരോ പാസ്വേഡ്. അത് വെച്ചിട്ട് കീ ഓപ്പൺ ആക്കും, എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെയാണ് ടോയ്ലറ്റ് ഇതിനകത്ത് നിർവഹിക്കുന്നത്. വെള്ളത്തിലേക്കല്ല പോകണമെന്നേ ഉള്ളൂ. അത് അത്യാവശ്യം എമർജൻസിക്ക് വേണ്ടിയിട്ട് വച്ചേക്കാണ്. അത് കളക്ട് ചെയ്ത് പിന്നീട് മാറ്റും. പരമാവധി ഇവിടെ പോയി ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. റെസ്റ്റോറൻ്റ് ആയിരിക്കും.
ഞാൻ താമസിക്കുന്നിടത്ത് ഇത്രയും വലുതല്ല ആ കാണുന്നത്. അവിടെ ചെറിയ ചെറിയ സാധനങ്ങൾ, ഇവിടേക്ക് വന്നപ്പോൾ വലിയ കുറച്ചുകൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ. ഞാൻ താമസിക്കുന്നത് അസൗകര്യങ്ങളുടെ ധാരാളിത്തത്തിൽ, ലക്ഷറി ഓഫ് ഇൻകൺവീനിയൻസസ്. എൻ്റെ ലൈഫ് മൊത്തം അതെ, യാത്ര മുഴുവനും അസൗകര്യങ്ങളുടെ ധാരാളിത്തമാണ്. ദ ബെസ്റ്റ് ലൈഫ്. ബട്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആ ആലപ്പുഴയിൽ കൊണ്ടുവന്നതിന് ഇത്ര വൃത്തിയൊക്കെയായിട്ട്, വൃത്തിയും വെടിപ്പുമായിട്ടൊക്കെ വെച്ചാൽ മതി. അല്ലാണ്ട് തന്നെ അവർ നോക്കുമ്പോൾ നല്ല കാശ് വരുന്നു, ആളുകൾ ഭയങ്കര തിരക്ക്. ഇത് ഗോതംബർഗ് എന്ന് പറഞ്ഞ സ്വീഡനിലാണ്. ഇവിടെ വന്നപ്പോൾ ഇത്തിരി മോഡേൺ ബിൽഡിങ്ങുകളും ഒക്കെയാണ്. സ്വീഡനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ്. അതാ ഗോതംബർഗ്. ബോട്ടിന് പേരിട്ടേക്ക് തന്നെ അതാണ്. നല്ല തണുപ്പ്. ഞാൻ ഇത്രയും ജാക്കറ്റ് എടുത്തില്ല. ജാക്കറ്റൊക്കെ റൂമിലിരിക്കുക. റൂമിൽ മീൻസ് ബോട്ടിൽ തണുത്തിട്ടില്ല. അതൊരു ഹോട്ടലും കൂടി ആയിട്ടുള്ള ഷിപ്പാണ്. ബാൾക്കൺ വൈക്കിംഗ്. ബാൾക്കൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാൾക്കൺ. പക്ഷെ ഇത് ബാൾക്കൺ കൺട്രി അല്ലല്ലോ. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് എല്ലാം അതിനപ്പുറത്തും കാണാം. അതുപോലെ തന്നെ കൂറ്റണ വരണം. ഇത് ബാങ്കിൻ്റെ ഓഫീസ്. നോർഡിക് രാജ്യങ്ങൾ എന്നാണ് ഇതിനെയൊക്കെ പറയുന്നത്. അതായത് ഏറ്റവും നോർത്തിലുള്ള, ഭൂമിയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള രാജ്യങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. നിങ്ങൾക്ക് ഓരോ യുണീക്ക് സ്റ്റൈലുകളാണ്. ഇവിടെ ഒരു ഷോപ്പ്, അതിനുള്ളിൽ ഐലൻഡ് ഓഫ് സിലോൺസ്, ഒതൻറ്റിക് ശ്രീലങ്കൻ സ്പൈസസ്, ടീ, ഈക്കോ ഫ്രണ്ട്ലി ഹാൻഡിക്രാഫ്റ്റ്, coconut shell crafts, batik masalas, mask, batik, unique souvenirs. തുറക്കുമ്പോൾ ഒന്ന് കാണാം, ജനാലയിൽ കൂടെ കാണാം ചിരട്ടയുടെ കുറേ കലാരൂപങ്ങൾ. അതായത് ഇതെല്ലാം പ്രൈവറ്റ് ആൾക്കാരാണ് നടത്തുന്നത്. പക്ഷേ സർക്കാർ ചെയ്യുന്നത് കേട്ടോ, ഇവിടെ സർക്കാർ ചെയ്യുക ഫെസിലിറ്റേറ്റർ ആവുക എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യലല്ല സർക്കാരിൻ്റെ പരിപാടി. ആ വെള്ളത്തിൻ്റെ ഇത്, അത് സപ്ലൈ എത്തിക്കുക, ഈ സാധനങ്ങൾ വയ്ക്കുക, ഇതൊക്കെയാണ്. ഇതിനെല്ലാം സർക്കാരിന് നല്ല വരുമാനം കിട്ടുകയും ചെയ്യും. ഈ ഓരോ ബോട്ടിനും ലൈസൻസ്, ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ ലൈസൻസ്, ഈ വെള്ളം ഇതൊക്കെ ചെയ്യണതിന് ലൈസൻസ് ഫീസായിട്ട് നല്ലൊരു തുക കിട്ടും. ഇത് ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. കാരണം ഇവരത് എൻഷുർ ചെയ്യും. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇത്രയും കൂടി ഇവർക്ക് ഇത് സ്ഥലം നിലനിൽക്കണമെന്നും പരിസ്ഥിതി നിൽക്കണമെന്നും ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെയാണ് വരുമാനം വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ബോട്ട് കാണിക്കാം. ഇത് കുറേ കൂടി മോഡേൺ സിറ്റി ആയിട്ട് മോഡേൺ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മാറ്റി വയ്ക്കുന്നത് ഇതിനെ എല്ലാം. അതുകൊണ്ട് നടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് കെട്ടിടങ്ങൾ വരുന്നു. അത് നോർഡിക് പാൻ, ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സാണ്. നടക്കണ വഴിയുണ്ട മരത്തിലാണ് ചെയ്തേക്കുന്നത്. നല്ല വീൽ ചെയർ ആക്സസ് ആയിട്ട്. സമ്പന്ന രാജ്യത്ത് ബൈക്കുകൾ പോകണുണ്ടോ, സാധനങ്ങൾ കൊണ്ടുപോകാൻ വരെ കണ്ടില്ലേ. അത് ചെറിയ ഇലക്ട്രിക് ആണ്, ബാറ്ററി അസിസ്റ്റഡ്, പക്ഷേ പെഡലോട്. ഹായ്, ഹാവ് എ നൈസ് ഡേ. എന്തൊരു ഫ്രണ്ട്ലിയാണ് നോക്കി. അത് ഞാനിപ്പോൾ വെറുതെ നടക്കുക, എന്നിട്ട് എന്നെ കണ്ട് കൈ വീശുന്നവർ. അവിടെ ഒരു പടമൊക്കെ വരച്ച്, ഒരു കണ്ണിൻ്റെ പടമാണ്. സ്റ്റാറും നമ്മളെ കണ്ണു ഒരുപോലെ തന്നെയാണ്. ആ നീലയാണ് എൻ്റെ ബോട്ട്. ഞാൻ അങ്ങോട്ട് നീങ്ങാം. അവിടെയൊക്കെ സ്കാനർ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഓൺലൈനിൽ വേറെ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ കാണുന്ന നീല, അതാണ് ഞാൻ താമസിക്കുന്ന ബോട്ട്. ബാൽക്കണി, ഡെക്ക് ഫ്രണ്ടിലുണ്ട്. ആ ഡെക്ക് സെപ്പറേറ്റ് വീണ്ടും കണക്ട് ചെയ്തിട്ടേക്കാണ്. കാണിക്കാം, അവിടെ എത്തുമ്പോൾ കാണിക്കാം. അത് ഡെക്കും ഫ്ലോട്ടിങ് തന്നെയായിട്ട്. ഡെക്ക് വേറെ വേണ്ട, കയറിട്ടിട്ട് അതിൽ കെട്ടി വെച്ചേക്കണം. അപ്പോൾ ഡോറിൽ നിന്ന് കയറുന്നു,
കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ പോകും. അതിലേക്ക് വെച്ചേക്കും. ഭയങ്കര മനോഹരമായൊരു ബാൽക്കണി ആയിരിക്കില്ലേ. വിൻഡ് ടർബൈൻ. പറഞ്ഞതുപോലെ ഇത് കരണ്ട്, താഴെ വെള്ളം, കറണ്ടിൽ കണക്ട് ചെയ്തിട്ടേക്കുന്നു. ഈ നീല ബോട്ടാണ് ഞാൻ താമസിക്കുന്നത്. കാണിക്കാം. ഇതിലേക്ക് നീങ്ങുന്നു. ഇവിടെയൊക്കെ നടന്നു പോകുമ്പോൾ സൂക്ഷിച്ചോളണം, കാരണം കൈ പിടിക്കാനോ കൈവരികളോ ഒന്നുമില്ല. വീണാൽ താഴേക്ക് തന്നെ പോകും, ഒരു മനുഷ്യൻ അറിയുപോലുമില്ല. ഇതും ഫ്ലോട്ടിങ്ങിൽ തന്നെ. ഇതിൽ നിന്ന് അതിലേക്ക് കയറണം. കണ്ടോ, ഇത്രയും അതിനിടയിലൊക്കെ കയറുകളുണ്ട്. വളരെ സൂക്ഷിച്ചോളണം. ഇട്ടുണ്ടെങ്കിൽ വീണിട്ടുണ്ടെങ്കിൽ കാലൊക്കെ അതിൽ തട്ടിയാൽ താഴേക്ക് തന്നെ പോകും. ഇതിലേക്ക് കയറുന്നു. അത് ലോക്കാണ്, കാണിക്കാം. ഇത്രയും ചെറിയൊരു വള്ളത്തിനകത്ത് 1, 2, 3, 4 ബെഡ്, മീൻസ് ഒരു 7-8 പേർക്ക് വേണമെങ്കിൽ കിടക്കാൻ പാത്രമാണ് ചെയ്തേക്കുന്നത്. 1, 2, 3, 4 ബെഡ്. 1, 2, 3, 4 ബെഡ്. 4 ബെഡ്. അതിനകത്ത് 5 പേർക്ക് കിടക്കാം. 5 പേർക്ക് വേണ്ടിയിട്ട് സെറ്റാണ്. അപ്പം ഞാനൊന്ന് കയറട്ടെ. കയറുമ്പോഴൊന്ന് പറഞ്ഞുകൊണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് തട്ടി വീണാൽ ക്യാമറയിൽ റെക്കോർഡായി കിട്ടും എൻ്റെ അന്ത്യ നിമിഷങ്ങൾ. അതിലേക്ക് കയറി വെൽക്കം എബ്രോഡ് വേറെ ലോകത്തേക്ക്. ഇത് ലോക്ക് ചെയ്തിട്ടേക്കാണ്. ഇതിനകത്തായിരിക്കും ചാവി ഉണ്ടാവുക. ഒരു പാസ്കോഡ് വരും, അത് വെച്ചിട്ട് ചാവി എടുക്കണം, നമ്മൾ തുറക്കണം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇതുള്ളതുകൊണ്ട് ഞാനത് നേരത്തെ തന്നെ താക്കോൽ എടുത്ത് കയ്യിൽ വെച്ചേക്കണാണല്ലോ. തുറക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. ഇതിനെ അങ്ങോട്ട് നീക്കി ഈ സാധനം എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ അന്തർവാഹിനിയിലേക്ക് ഇറങ്ങണ പോലെ ചെറിയൊരു സാധനത്തിൽ കൂടെ അങ്ങനെയും പൊങ്ങി ഇറങ്ങാം. ഞാൻ എന്നാലും ഇതെടുത്ത് പൊക്കട്ടെ. അങ്ങനെ വാതിൽ തുറന്നിട്ട് ഇതിലൂടെയൊക്കെ മഴവെള്ളത്തേക്ക് കയറും. ഇത് കാറ്റത്ത് നീങ്ങിപ്പോവും. ഇവിടെ കൊടുങ്കാറ്റാണ്. 3 ദിവസമായിട്ട് ഇവിടെ കൊടുങ്കാറ്റും മഴയാണ്. ഇപ്പോഴാണ് ഇത്തിരി മഴ കുറഞ്ഞത്. മഴ തന്നെയാണ്. ഇപ്പോൾ മഴ മാറിയേക്കുന്ന സമയം. അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ബോട്ടിനകത്തേക്ക് ഇറങ്ങി. തൽക്കാലം മഴയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ തുറന്നിട്ടു. അതുകൊണ്ട് വെളിച്ചം ഒരു സുഖമുണ്ട്. കുട അവിടെ ഇരുന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. പോലിക്കാൻ പാടില്ല. വെള്ളം നമ്മൾ നേരത്തെ പറഞ്ഞ ഇതെടുത്തുകൊണ്ട് പോയിട്ട്, ഈ കാണുന്ന എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ നിറച്ചുകൊണ്ട് വരണം. ഇപ്പോൾ ഞാൻ ഓൾറെഡി നിറച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കോഫി ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മറ്റേതിലൊക്കെ കിച്ചൺ തന്നെ ഉണ്ടാവും. ഇവിടെയാണ് ബോട്ടിൻ്റെ എൻജിൻ വരുന്നത്. ഇതൊരു ബെഡാണ് ഈ കാണുന്നത്. അവിടെ ഇപ്പം എൻ്റെ പണിയായുധങ്ങളാണ്. ചെറിയ ടേബിള്, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ടേബിൾ ഉപയോഗിക്കാം. ഇത് പൊക്കാവുന്നതാണ്. ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജാണ്. ഇത് പൊക്കിയിട്ട് ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റോറേജ് ഉണ്ട്. ഇതൊരു ബെഡ്. ഇവിടെ നല്ല മനോഹരമായി ഒരുക്കിയിരിക്കുന്നു ബെഡ്. ഇതും ഒരു ബെഡ്. 1, 2, 3. അവിടെ 2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ബെഡുണ്ട്. വെള്ളം ഉണ്ടോ, വെള്ളത്തിൻ്റെ ഒച്ചയായിക്കൊണ്ടിരിക്കാം, ആടുന്നുണ്ട്. 2 പേർക്കൊരു ബെഡ്റൂമായിട്ട് താമസിക്കാം. ചെറിയ ടോയ്ലറ്റ്. അപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് മുള്ളാനായിട്ട് പറ്റുള്ളൂ. മറ്റേതിന് പോകണമെങ്കിൽ അപ്പുറത്ത് പോകാം. അവിടെ ടാഗ് ചെയ്താൽ മതി. നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ ഇതുണ്ട്, അത് വെച്ചിട്ട് അവിടെ പോയി ഉപയോഗിക്കാമെന്നാണ് എഴുതിയേക്കുന്നത്. ബെഡ്. അപ്പോൾ മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ നിർവഹിക്കാം. ഇങ്ങനെ വന്നു. ഇനി ഇത് കണ്ടോ, ഈ മേശ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ എടുത്ത് പൊക്കി. ഇവിടെ അടിയിൽ ചെറിയൊരു സോക്കറ്റ് ഉണ്ട്, മറുവശത്തുണ്ട് അതുപോലെ തന്നെ. ഒരു സെക്കൻഡ്, ഞാൻ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഒരു വലിയ വീതിയുള്ള മേശയായി. അത് ഇവിടെ നിന്ന് ഞാൻ കാണിക്കും, മനസ്സിലാവും. അപ്പോൾ ഇത് വലിയ വീതിയുള്ള മേശയായി. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റിയായി. വിൻഡോ ഉണ്ട്. വിൻഡോ പുറത്ത് മഴ കാരണം ഒന്നും കാണാൻ പറ്റില്ല. വിൻഡോയ്ക്ക് കട്ടിട്ട് അങ്ങനെ എല്ലാ സ്റ്റോറേജ് സ്പേസുകൾ. അങ്ങനെ യു കാൻ ബൈ ഹാപ്പിനെസ് ബട്ട് യു ക്യാൻ ബൈ എ ബോട്ട് ആൻഡ് ദാറ്റ്സ് കൈൻഡ് ഓഫ് ദ സെയിം. അങ്ങനെ
ഇതിലേക്ക് ഇറങ്ങലും കയറലും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. വളരെ മനോഹരമാണ്. സോ ഞാനിതൊന്നും അറിയാണ്ട് എടുത്താണ്, ഒരു ദിവസത്തേക്ക് എടുത്താണ്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ 1 more day എടുത്തു. അപ്പോൾ ഈ ബോട്ട് ഓൾറെഡി ബുക്ക്ഡാണ്. അദ്ദേഹം എന്നോട് ഇന്ന് ഈ ബോട്ടിലേക്കൊന്ന് മാറാൻ പറഞ്ഞു. എന്നിട്ട് ഇത് ഫ്രീ ആയിട്ടാണ് അയക്കുന്നത്. ആ ബോട്ടിൽ ഇന്നത്തെ ദിവസം ഫ്രീ ആയിട്ടാണ് തന്നേക്കുന്നത്. അത് നിൽക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചെന്നോണം, ഇത് ആടിക്കൊണ്ടിരിക്കണം, ആടുന്നുണ്ട്. അപ്പോൾ എന്നോട് ഈ ഷീറ്റെല്ലാം എടുത്ത് അവിടെ പോയി ഫ്രീ ആയിട്ട് തങ്ങിക്കൊള്ളണം. അവിടെ ഒരാളുണ്ട്, ഒരു ഫാമിലി ഉണ്ട്, ഹംഗറിയിൽ നിന്ന് വന്നവർ. അവരിന്ന് ഇപ്പോൾ പോവും. അത് കഴിയുമ്പോൾ ഞാൻ അങ്ങാട് പോകും. ദാറ്റ്സ് മൈ സ്റ്റോറി. ഹായ്, അതാണ് ഇന്നത്തെ എൻ്റെ സ്റ്റോറി. ഹോപ്പ് യു എൻജോയ് ഇറ്റ്. ലെറ്റ് മീ എൻജോയ് ഓൾ ദീസ്. ഇങ്ങനെ മേശ ഉണ്ടാക്കണം. ഇരിപ്പിടം 2 എണ്ണം ആകുന്നു. ആ ഇരിപ്പിടം തന്നെ കിടപ്പിടാവുന്നു. ഇങ്ങനെ പൊക്കുന്നു. എൻ്റെ അടിയിലൊരു ചെറിയൊരു സപ്പോർട്ട് വേണ്ട. നമുക്കറിയാവുന്ന തന്നെ ഇത് വയ്ക്കുന്നു. അത് സപ്പോർട്ടായിട്ട് വരും. അപ്പുറത്തും ഇത്രയേ ഉള്ളൂ. ഇത് മടക്കുന്നു, തിരിച്ച് താഴേക്ക് മടക്കാം. ഇതുപോലെ തന്നെ തിരിച്ച് താഴേക്ക് അതും വയ്ക്കാം. ഇത്രയും മതി. ബോട്ടിൻ്റെ ആ കട്ടിലിൻ്റെ അടിയിലൊക്കെ സ്റ്റോറേജ് സ്പേസാണ്.